യെസ്, ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ ഈ ഒറ്റപ്പെട്ടുപോയ 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളാണ്. ജോണി എബ്രഹാം, ക്രിസ്റ്റി, ജോമോൾ എന്നിവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഒരു പെൺകുട്ടിയുടെ കാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പടവട്ടിക്കുന്നിൽ നിന്നാണ് 4 പേരെ കണ്ടെത്തിയത്. ആ 4 പേരുടെ ദൃശ്യങ്ങളാണ്. 2 പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരെയും കാണാൻ കഴിയുന്നു. അവരുമായി സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ വാർത്ത നമ്മൾ ആശ്വാസമായി കേട്ടത്. 4 പേർ സുരക്ഷിതരായിരിക്കുന്നു. ഒറ്റപ്പെട്ടു പോയിരുന്നു. ഒരുപക്ഷെ ദുരന്ത മുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടവരാകും ഇത്. യെസ് അസ്ലം, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. പറയൂ വിവരങ്ങൾ. ജോണി എബ്രഹാം, ക്രിസ്റ്റി, ജോമോൾ ഈ 4 പേരെയാണ് ഇപ്പോൾ സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇവർ മലവെള്ളപ്പാച്ചിലിൽ ക്ഷമിക്കണം ഉരുൾപൊട്ടലിൽ പെട്ടുപോയവരല്ല. പകരം ഈ ഒരു മഴയും അതോടൊപ്പം ഉരുൾപൊട്ടലും അറിഞ്ഞ് അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു തോട്ടത്തിനകത്ത്, ഒരു കൃഷിയിടത്തിനകത്ത് അവരുടെ ഒരു വീട്ടിൽ അവർ സുരക്ഷിതമായി തന്നെ ഇരുന്നവരാണ്. അത് ഒറ്റപ്പെട്ട് ഇരുന്നവരാണ്. ഇപ്പോൾ അവര് ഏത് ബന്ധുവിനെയോ മറ്റോ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി സൈന്യം അവരെ കണ്ടെത്തിയാണ്. സൈന്യമാണ് ഇപ്പോൾ ആ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ കൺട്രോൾ റൂമിൽ നിന്നും അറിയുന്ന വിവരം അറിയിച്ചത് അവര് ശരിക്കും അവര് ഈ ദുരന്തത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട് പോയി അല്ല, പകരം ഈ ഒരു ഉരുൾപൊട്ടലും മറ്റുമൊക്കെ അറിഞ്ഞിട്ട് അവരുടെ മറ്റു സ്ഥലത്തേക്ക്, ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു തോട്ടത്തിനകത്തുള്ള ഒരു വീട്ടിലാണ് അത് സുരക്ഷിതമായിട്ട്. അവിടെ വേറെ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമൊന്നും അനുഭവിച്ചില്ലാത്തൊരു വീട്ടിലേക്കാണ്. അവിടെ നിന്ന് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കും. അതിൽ ഒരാളുടെ കാലിന് ചെറിയൊരു പരിക്കുണ്ട്. അത് ഒരുപക്ഷെ ചെറിയൊരു പരിക്കാണ്, വലിയ ഗുരുതരമായ പരിക്കല്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ 4 പേരും സുരക്ഷിതരാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരു വ്യക്തമാണ്. ഒരു വീട്ടിനകത്ത് അവർ താമസിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇനി വീണ്ടും തുടരുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശങ്ക ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അവർ വിളിച്ചറിയിച്ചു. അങ്ങനെ അതിന്റെ ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം അവിടെ എത്തിയത്. എന്തായാലും 4 പേരും സുരക്ഷിതരാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇല്ല എന്നൊരു പൊതു നിഗമനമായിരുന്നു നമ്മൾ പൊതുവെ ലഭിച്ചിരുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അറിയുകയോ ചെയ്ത ഒരാളെയും ചെയ്തിട്ടില്ല, അവിടെ നിർത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തിയതായാലും ദുരന്ത ഭൂമിയിൽ നിന്ന് വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 4 പേരും സുരക്ഷിതരാണ്. അവർ ഈ പ്രളയത്തിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ പെട്ടുപോയവരല്ല, പകരം അത് അറിഞ്ഞുകൊണ്ട് അവര് വേറെ സ്ഥലത്തേക്ക്, ഇത് വെള്ളരിമല സ്കൂളിന്റെ ഉയർന്ന ഭാഗം, ഏറ്റവും മുന്നിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. അവിടെ ഉരുൾപൊട്ടൽ നേരിട്ട് വന്നിട്ടില്ല. അതേസമയം ഇത് അറിഞ്ഞും ആ ഒരു രൂക്ഷത കണ്ടുമായിരിക്കും അവർ പക്ഷേ ആ ഭാഗത്തേക്ക് പോകുന്നത്. അവര് ആ തോട്ടത്തിനകത്തുള്ള ഒരു വീട്ടിൽ, സുരക്ഷിതമായ ഒരു വീട്ടിൽ തന്നെയാണ് അവരുണ്ടായിരുന്നത്. അവര് ഇപ്പോൾ ഒരു പക്ഷേ ഇനിയും ഒരേ കുടുംബത്തിലെ ആളുകളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുന്ന് ലഭിക്കുന്ന വിവരവും അതാണ്. ഒരുപക്ഷെ നമുക്ക് അല്പസമയത്തിന് അവരെ നേരിൽ കാണാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു. അവരവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചറിയാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയതായിരിക്കാം അല്ലേ? അതായത് ഉരുൾപൊട്ടൽ അവരുടെ ഭാഗത്തേക്ക് ആ ഉരുൾപൊട്ടൽ വന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പകരം പക്ഷെ ഇതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ട് അവര് ഇത് അറിഞ്ഞുകൊണ്ടും ഈ സ്വാഭാവിക ഉരുൾപൊട്ടൽ അറിയുമ്പോൾ അവർക്ക് അറിയാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് മാറി താമസിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. അതേസമയം വീണ്ടും ഇത് തുടരുകയും മാത്രമല്ല അവർക്ക് പിന്നീട് ഇനി ഇറങ്ങി വരുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ഒലിച്ചു പോയ സാഹചര്യമാണല്ലോ. അങ്ങനെ ആറത്തിൽ അവർ അറിയിച്ചാണ്. അങ്ങനെ ആണ് സൈന്യം അവിടെ എത്തുന്നത്. അവര് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ ചുരൽമലയിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവരും. ഇവിടുന്ന് അവിടെ നിന്നുകൊണ്ട് മാനന്തവാടിയിലേക്ക് മറ്റോ കൊണ്ടുപോകുമ്പോൾ ഈ പരിക്ക് ഉണ്ടെങ്കിൽ വലിയ സാധാരണ ആദ്യം ജീവനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഒരു ഇത്രയും ദിവസം ഇതിൽ പെട്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എയർലിഫ്റ്റിംഗിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത്. പക്ഷേ അത്ര ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അവരെ കൊണ്ടുവരുന്ന മുറയ്ക്ക് എങ്ങനെയാണ്, എവിടെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്കാണോ എന്ന് മാറ്റേണ്ടതൊക്കെ ആലോചിച്ച ശേഷം അത്തരം ഷിഫ്റ്റിംഗിലേക്ക് പോകുമെന്നാണ് പറയുന്നതായാലും 4 പേരും ജോമോളും ക്രിസ്റ്റിയും അസ്ലം പറഞ്ഞ അനുസരിച്ച് മാനന്തവാടിയിലേക്ക് അവരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാനാണ് ആലോചിക്കുന്നത് എന്നാണ്. മാനന്തവാടിയിലേക്ക് അവരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ?
രേഷ്മ അത് പരിക്ക് വലിയ സീരിയസ് ആണെങ്കിലാണ് അത്തരം എയർലിഫ്റ്റിന്റെ കാര്യം ആലോചിച്ചിരുന്നത്. സുരക്ഷിതരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ചുരൽമല എത്തിച്ചാൽ മതിയാവും. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്കോ മറ്റോ മാറ്റിയാൽ മതിയാവും. ആദ്യം സ്വാഭാവികമായിട്ട് കണ്ടെത്തി ഒരാളെ ഈ സമയത്ത് കണ്ടെത്തി ഒരാൾക്ക് പരിക്കുന്നുള്ള പ്രാഥമിക വിവരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അറേഞ്ച്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു എയർലിഫ്റ്റിന്റെ അറേഞ്ച്മെന്റ് ചെയ്തത്. എയർലിഫ്റ്റിന്റെ ആവശ്യം വരുമെന്ന കാര്യം നോർമലി ഇപ്പോൾ ഇല്ല എന്നൊരു സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം 4 പേരും സുരക്ഷിതരാണ്, അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എയർലിഫ്റ്റിംഗ് നടത്തി ചികിത്സ നൽകേണ്ട കാര്യമൊന്നും നിലവിൽ ഇല്ല. എന്തായാലും അല്പസമയത്ത് തന്നെ കുറച്ചുകൂടി വ്യക്തത നമുക്ക് ഈ കാര്യത്തിൽ. ശരി അസ്ലം, പടവട്ടിക്കുന്നിലാണ് 4 പേരെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ദുരന്തമുഖത്ത് നിന്ന് അവർ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് പോയതാണ്. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നുള്ള ഔദ്യോഗിക വിവരങ്ങളാണ് വരുന്നത്. ജോണി, എബ്രഹാം, ക്രിസ്റ്റി, ജോമോൾ എന്നിവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ ആളുകളാണ്. ഒരു സ്ത്രീയുടെ കാലിന് പരിക്കു പറ്റിയെന്ന് അറിയുന്നു. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്. പടവെട്ടിക്കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒറ്റപ്പെട്ടുപോയ 4 പേരെ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.